കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയുടെ ഒമിനിയാണ്. അപ്പോൾ ഈ ഒരു ഒമിനി ഞാൻ പരിചയപ്പെടുത്തിയിട്ട് കുറേ നാളായി ഒമിനി പരിചയപ്പെടുത്തിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഒമിനി എൻ്റെ കയ്യിലേക്ക് വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനം 2000 മോഡലാണ് വന്നേക്കണം. അത് മാത്രമല്ല ഇത് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചാണ് വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ബാഡ്ജിങ് നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലേക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ലോ കിലോമീറ്റർ എന്ന് പറയാം. 62,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അത് എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി കുറച്ച് വിശേഷങ്ങൾ ഇതിൻ്റെ 5 സീറ്ററാണ്. 5 സീറ്റർ വാഹനങ്ങൾക്കാണ് സാധാരണ രീതിയിൽ മാർക്കറ്റുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. പിന്നെ പെട്രോൾ എഞ്ചിനാണ്, ഗ്യാസ് കാര്യങ്ങളൊന്നും കയറ്റിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് എഞ്ചിനിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഫുൾ വാഹനമാണ്. ഇത് നമ്മൾ എൻ ടു എൻഡ് വീഡിയോ കാണിക്കുന്നത്. എല്ലാ ഭാഗത്തും വിശദമായിട്ട് പാച്ചോ കാര്യങ്ങളും സാധാരണ ഈ വാട്ടർ ചാനലിലൊക്കെയാണ് ഒമിനിക്ക് പാച്ച് വരാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ വരെ കണ്ടേക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാരുതിയുടെ ഒമിനിയാണ്. അപ്പോൾ ഒമിനി നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇത് സാധാരണമായിട്ട് എല്ലാവരും ക്ലാസ്സിൽ പെടുന്നൊരു വാഹനമല്ല, അല്ലെങ്കിൽ എല്ലാ ഫാമിലീസും ഉപയോഗിക്കുന്ന ഒരു വാഹനമല്ല. പക്ഷേ ഒമിനിക്ക് അതിൻ്റേതായ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒമിനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 സീറ്റർ വാഹനമാണ്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ വാഹനം ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്തേക്കാം. പിന്നെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കിയേക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ വന്നത്. ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ ഒരു വാഹനം വന്നേക്കുന്നത്. അതുകൂടെ തന്നെ ഫ്രണ്ട് ആയാലും സൈഡ് പോർഷൻ ആയാലും എവിടെ നോക്കിയാലും നമുക്കൊരു ക്വാളിറ്റി കിട്ടാനുണ്ട് ഈ വാഹനത്തിൽ. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ച വാഹനം കൂടിയാണ് ഈ ഒരു ഒമിനി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സൈഡ് പോർഷനും അതേപോലെ തന്നെ ടയർ കണ്ടീഷനും കാര്യങ്ങൾ നോക്കിയേക്കാം. ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കാണാം. പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരാം. ഒമിനിയുടെ മെയിനായിട്ട് നമ്മൾ ഈ പാച്ചും അതേപോലെ പ്രശ്നങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക വാട്ടർ ചാനലാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റിലൊക്കെയാണ് പാച്ച് വരാറ്. പക്ഷേ ഇവിടെ ഒന്നും ആ ഒരു പാച്ചോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വാഹനമാണത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലോവർ പോർഷനിലേക്ക് വരാം. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പാച്ചൊന്നും ഇല്ലാത്ത നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും ഡോറും മിഡിൽ ഡോറായാലും സ്ലൈഡിങ് ഡോറായാലും എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. വീലാർച്ച് ഓക്കെയാണ്. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നിങ്ങൾക്കൂടെ കാണാം. സൈഡ് പോർഷൻ നോക്കാം. 2 ഡോറും ഇവിടെ ഓക്കെ ആയിട്ട് തന്നെ 2 ഡോർസ് നമുക്കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു പാച്ച് നമുക്കൂടെ കാണാം. ലോവർ പോർഷനിലേക്ക് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയും ഡീസൻ്റായിട്ടിരിക്കുന്ന ആ ഒരു വാട്ടർ ചാനലും അത് റൂഫും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കണ്ടോ, ഇനി ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് ഓക്കെയാണ്. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ ഒമിനിയുടെ MPI എഞ്ചിൻ്റെ ആ Euro 3 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ലോവർ പോർഷനിലേക്ക് വരുമ്പോഴും ഇവിടെയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡ് വരാം. ഇവിടെ ഡോറും കാര്യങ്ങളും നോക്കാം. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് നിൽക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. ഇവിടെ റോളിംഗ് വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നീറ്റായിട്ട് ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണാം. സീറ്റ്സും ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. കണ്ടോ, വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കാം. ഡാഷ്ബോർഡും വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു, ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. അതേപോലെ കിലോമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. 60,000+ കിലോമീറ്റേഴ്സ് മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ ലോവർ പോർഷനിലൊന്നും കിട്ടുന്നില്ല. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്കിവിടെ ആ ഒരു സീറ്റ്സൊക്കെ ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു, ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ സീറ്റായാലും നീറ്റാണ്, പാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. റൂഫ് നോക്കാം. റൂഫും ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്കിവിടെ കാണാം. കേട്ടോ, ഓക്കെ. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം. ഇവിടെ ആ ഒരു ഹാൻഡിൽ പോയിട്ടുണ്ട്, അതുകൂടി എടുത്ത് പറയണം. ഹാൻഡിൽ ഇവിടെ കുറച്ച് ബ്രോക്കണായിട്ടിരിക്കണം ഹാൻഡിൽ. ഓക്കെ, ഡോറൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് കണ്ടോ, ഇതാണ് ഹാൻഡിൽ. ഓക്കെ, ഇവിടെ സീറ്റ്സ് നോക്കാം. വിശാലമായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സാണത്, ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടേക്ക് നമുക്കങ്ങനെ പാച്ചോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ചെറിയ രീതിയിലുള്ള പാച്ചും കാര്യങ്ങളും പ്ലാറ്റ്ഫോമിലുണ്ട്, പക്ഷെ അത് വലിയ കാര്യമില്ലാത്ത പാച്ചാണെന്ന് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാക്കാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, ഓക്കെ. അപ്പോൾ ഇതിലേക്കായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് തപ്പിയിട്ട് ബൂട്ട് സ്പേസ് കൊണ്ട് ഒന്ന് കാണിച്ചു തേക്കാം. എത്ര സ്പേസ് ഉണ്ട് അങ്ങനത്തെ കാര്യം നോക്കിയേക്കാം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അതിവിശാലമാണ് ബൂട്ട്, നമുക്കറിയാം. 5 സീറ്റർ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസ് നമുക്കിവിടെ കിട്ടും. അതേപോലെ സീറ്റും കാര്യങ്ങളും നോക്കാം.
കേട്ടോ, ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ബൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, സൈഡിലെ പാനലും ആ ഒരു കുഷ്യനും കാര്യങ്ങളും നോക്കാം. അവിടെയും ക്വാളിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും സൈഡ് നോക്കാം. സൈഡും നീറ്റായിട്ടിരിക്കുന്ന സൈഡ്. ഓക്കെ, ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നോക്കാവുന്നതാണ്. ഇവിടെ നോക്കാം, ചെറിയ രീതിയിലുള്ള പാച്ച് നമുക്ക് ടോപ്പിൽ കിട്ടുന്നുണ്ട്, പക്ഷേ താഴേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമില്ല. മിഡിലായിട്ട് നമുക്ക് ആ ഹുക്കിൻ്റെ അവിടെ ചെറിയൊരു പാച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ ലിഡും കൂടി നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള പാച്ചസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കൊള്ളാം. ഇനി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗം കൂടി ഒന്ന് കാണിച്ചേക്കാം. എൻജിൻ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ എൻജിനിൽ എന്താ സംഭവങ്ങളെ നോക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സീറ്റിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ എൻജിൻ ഭാഗം കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഇവിടെ നമുക്ക് എൻജിൻ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. കാര്യമായിട്ട് നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല, ഇവിടെ ക്യാമറ വയ്ക്കാനായിട്ട് കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. എല്ലാവരും അപ്പോൾ ഈ ഒരു ഒമിനി കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വാഹനം? നല്ല ക്വാളിറ്റി വാഹനമാണ്. പിന്നെ നല്ല കളറും കൂടിയാണ്. ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നേക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 62,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 69,000 രൂപയാണ്. 69,000 റുപ്പീസാണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട്. നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം കുറച്ച് മോഡൽ ബാക്ക്വേർഡ് ആയതുകൊണ്ട് ലോൺ കിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഒമിനിയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.